147 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യത്തിൽ നാം വായിക്കുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെത്തഡിസ്റ്റ് ദേവാലയത്തിൽ അവിടുത്തെ ശുശ്രൂഷകൻ ശക്തമായ ഒരു സന്ദേശം പറഞ്ഞ് ദൈവത്തിനായി സമർപ്പിക്കാനുള്ളവർ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ആ പ്രദേശത്തെ വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വത്തുക്കളും ബിസിനസ്സും എല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയം അന്ന് തകർന്ന ഒരവസ്ഥയിലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം തകർന്നു പോയിരുന്നു. വിവാഹമോചനം കോടതിയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ട് ചില വർഷങ്ങളായി. എന്നാൽ അദ്ദേഹം ആ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഹൃദയത്തകർച്ചയോടുകൂടെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരുടെയും ആ ദേവാലയത്തിലുള്ള എല്ലാവരുടെയും മുമ്പിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പശ്ചാത്താപത്തോടുകൂടെ കടന്നുപോയി അവിടെ മുട്ടുകുത്തി കണ്ണീരോടെ ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. അപ്പോൾ ഇതാ ഒരു കരച്ചിൽ കേൾക്കുന്നു. ആരായിരിക്കാം അത്? അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 1000ഓളം മൈലുകൾ അകലെയുള്ള ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്ന തൻ്റെ ഭാര്യ അന്ന് ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അവളും ഓടി വന്ന് കർത്താവിൻ്റെ മുമ്പാകെ കണ്ണുനീരോടെ സമർപ്പിച്ച് 2 കരങ്ങളും അന്ന് ചേർത്ത് വയ്ക്കപ്പെട്ട് ദൈവത്തിൻ്റെ മുൻപാകെ അവർ വീണ്ടും ഒരു കുടുംബമായി ഒന്നായി തീർന്നു. അങ്ങനെ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദേവാലയത്തിലുള്ള എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഇതാ മറ്റൊരാൾ കടന്നു വരുന്നു. ഇവരുടെ ജീവിതം കണ്ട് തകർന്ന് നാട് വിട്ടോടിപ്പോയ അവരുടെ ഒരേ ഒരു മകൻ, അവനും കടന്നു വന്ന് അവിടെ മുട്ടുകുത്തി അവരെ ആ കുടുംബം ഒന്നിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ സന്തോഷിച്ചതായിട്ട് അന്ന് നാം അറിയുന്നു. എന്നാൽ ഇന്ന് ഈ സംഭവം കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? എങ്ങനെയായിരിക്കുന്നു നമ്മുടെ കുടുംബജീവിതം? ഒരുപക്ഷെ നമ്മുടെയോ നമ്മുടെ ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെയോ കുടുംബം തകർന്ന് തരിപ്പണമായി കിടക്കുന്നെങ്കിൽ ഒരു കാര്യം മാത്രം, നാം ആയിരിക്കുന്ന സ്ഥലത്ത് മുട്ടുകുത്തി കണ്ണുനീരോടെ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കുമ്പോൾ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന കർത്താവ് ആ കുടുംബത്തെ അത്ഭുതകരമായി പണിതെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഖനാവിലെ കല്യാണ വീട്ടിൽ ആ ഭവനത്തിൻ്റെ കുറവുകൾ തീർത്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ നസ്രാനായ യേശു കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യെരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ആ തകർന്നു പോയ മൺപാത്രത്തെ ദൈവം മറ്റൊരു മനോഹര പാത്രമാക്കി തീർത്തതുപോലെ തകർന്നു പോയ നമ്മുടെ കുടുംബത്തെ ആർക്കും പണിയാൻ കഴിയാതെ വേണം ഉടഞ്ഞുപോയ ജീവിതങ്ങളെ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് പണിതെടുക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവമുമ്പാകെ കണ്ണീരോടെ സമർപ്പിക്കുക. കർത്താവേ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. എന്നോട് ക്ഷമിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ വളരെ ദൂരെയായിരുന്നു കർത്താവേ. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് ഓടി വരികയാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നാം ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങളാൽ ദൈവം ചേർക്കേണ്ടതിനെ ചേർക്കുകയും മനം തകർന്നവരെ സൗഖ്യമാക്കുകയും മുറിവുകളെ വെച്ച് കിട്ടുകയും ചെയ്യുന്ന നല്ല ഇടയനും നല്ല വൈദ്യനുമാകുന്നു. ആ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. അതെ, അവിടുന്ന് ഇന്നലെയും
ഇന്നും എന്നും അനന്യൻ തന്നെ. ആമേൻ.